രാത്രി ഇരുട്ട് വീഴുമ്പോൾ ആ മൺവീടിൻ്റെ ഉമ്മറത്ത് മദ്യത്തിൻ്റെ നാറ്റമായിരുന്നു. 5 വയസ്സുകാരിയായ മൂത്ത മകൾ തോളിലിരിക്കുന്ന അനിയനെയും ചേർത്ത് പിടിച്ച് ഉമ്മയുടെ അതെ ഡ്രസ്സിൻ്റെ മുറുകെ പിടിച്ചു. നിലത്ത് കിടക്കുന്ന മറ്റ് 2 കുരുന്നുകളും ഭയത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തുനിന്ന് ആ ശബ്ദം കേട്ടത്. അതെ, എന്നും സ്ഥിരമായി കേൾക്കാറുള്ള ആ ശബ്ദം. മദ്യപിച്ച് ലെക്ക് കെട്ടെത്തിയ പിതാവ് വാതിൽ ചവിട്ടി പൊളിക്കുവാൻ ഒരുങ്ങുകയാണ്. തുറക്കടി, തുറക്കാനാ പറഞ്ഞത്, വാതിൽ തുറക്കടി. അതെ, ആ വാതിലുകൾ നന്നായി ആടുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയമായിരുന്നു, ആ വാതിലെങ്ങാനും ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾക്കും എനിക്കും ഒന്ന് തല ചായ്ക്കാൻ ഒരിടമില്ലാതെയാകും. ആരും നന്നാക്കാനും വരില്ല. വീണ്ടും വാതിൽ അടിച്ച് കുലുക്കുകയാണ്. തുറക്കാനാ പറഞ്ഞത്, തുറക്കടി എന്ന് പറഞ്ഞു. ചൊത്തുപോയോ അതിനകത്ത് കിടന്ന്? ഉമ്മ വിറക്കുന്ന കൈകളോടെ മക്കളെ ഒന്നുകൂടി ആശ്വസിപ്പിച്ചു. അതെ, ഉറങ്ങിയ മക്കൾ വരെ പേടിച്ചുണർന്നു. ഉമ്മ, ഉപ്പ വന്നോ എന്ന് പറഞ്ഞുകൊണ്ട്. എടീ, ഞാൻ തുറക്കണോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോടി? പറഞ്ഞു തീരും മുമ്പേ വാതിൽ ഒരു വലിയ ശബ്ദത്തോടെ അകത്തേക്ക് വന്ന് തുറന്നു വീണു. അലറി വിളിച്ച് അകത്തു കയറിയ അയാൾ ഉമ്മയുടെ മുടുക്കത്തിൽ കുത്തിപ്പിടിച്ചു. ഡീ, കയ്യിലുള്ള കാശെടുക്കടി. ഇല്ല, അത് ഞാൻ എങ്ങനെ തരും? മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ? നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾ ജോലിക്കൊന്നും പോകാതെ വെറും മദ്യപിച്ച് മാത്രം നിന്ന് കഴിഞ്ഞാൽ ഈ മക്കളെ, നമ്മുടെ 4 മക്കളെ എങ്ങനെ ഞാൻ പോറ്റും? എടീ, നീ ഒന്നും പറയണ്ട, കാശെടുക്കടി. വീണ്ടും അതാ ഉമ്മയുടെ മുടി മുറുക്കെ പിടിച്ച് അതാ ഉമ്മയെ അടിക്കുന്നു. മക്കൾ അത് കണ്ട് പേടിച്ച് കരയുന്നു. ഉമ്മ കണ്ണീരോടെ അയാളുടെ കാല് പിടിച്ചു. ഇന്ന് അയലത്തെ വീട്ടിൽ പണിക്ക് പോയി കിട്ടിയ കുറച്ച് പൈസയായത്. മക്കൾക്ക് നാളേക്ക് ഒരു പിടി അരി വാങ്ങാൻ വെച്ചതാ. രാവിലെ തൊട്ട് ഒരു ഭക്ഷണം പോലും ഇവരുടെ വയറ്റിൽ ചെന്നിട്ടില്ല. ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? മക്കളെ, എനിക്ക് നിൻ്റെ ഉപദേശം വേണ്ടടി. അയാൾ ഉമ്മയെ നിലത്തേക്ക് തല്ലി വീഴ്ത്തി. ഉമ്മയുടെ പൈസ വെക്കാനുള്ള ആ ഒരു പാത്രത്തിനടുത്തേക്ക് അദ്ദേഹം അതാ ചെല്ലുന്നു. അതേ, അതെടുക്കല്ലികൾ. നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? അവരുടെ കിടപ്പ് കണ്ടില്ലേ നിങ്ങൾ? ഇടീ എന്ന് പറഞ്ഞ് അതാ വീണ്ടും അവളെ ആ നിലത്ത് നിന്ന് കുത്തിപ്പിടിച്ചെഴുന്നേറ്റ് ചുമരിലേക്ക് തള്ളുന്നു. ഫോണിൽ ചുരുണ്ടുകൂടിയ കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു. ഉമ്മ, ഞങ്ങൾക്ക് പേടിയാകുന്നു. പണവുമായി അയാൾ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ആ ഉമ്മ വിങ്ങിപ്പൊട്ടി. ദിവസങ്ങളായുള്ള പട്ടിണിയും പീഡനവും ആ ഉമ്മയുടെ സഹനശക്തിയുടെ പരിധി ലംഘിച്ചിരിക്കുന്നു. ഇനി ഒരു ദിവസവും ഈ ക്രൂരത കാണാൻ വയ്യെന്ന തീരുമാനത്തിൽ അവൾ ചിലത് തീരുമാനിക്കുന്നു. എൻ്റെ മക്കളുടെ പട്ടിണി കാണണം, എൻ്റെ മക്കളെ ഉപദ്രവിക്കുന്ന കാണണം. പോരാത്തുന്ന എൻ്റെ നേരെയാണ്. എന്നെ പിടിച്ച് ചുമരിലേക്ക് തള്ളിയിട്ടും മുഖം അടിച്ചു പൊളിച്ചും എനിക്ക് ജോലിക്ക് പോകാൻ വരെ കഴിയാത്ത അവസ്ഥയാണ്. റബ്ബേ, ഇനി എങ്ങനെ ഞാനത് സഹിക്കും? എനിക്ക് കഴിയുന്നില്ലല്ലോ. അതെ, അവൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇനി ഒരിക്കൽ പോലും അതെ ഇത് സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള ത്രാണിയില്ലായിരുന്നു അവരുടെ ശരീരത്തിൽ. തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു. അതെ, ഈ മക്കളെ വിട്ട് അങ്ങ് പോയാൽ ഒരു പക്ഷേ നന്നായിരിക്കും. ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം കൊണ്ടല്ലേ അദ്ദേഹം മദ്യപിച്ച് എന്നെയും കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ഇനിയൊരിക്കലും ഞാൻ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ എൻ്റെ മക്കൾ പട്ടിണിയാകും. എന്നാൽ ആ ഉമ്മയുടെ മുമ്പിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അതെ, ഒന്നുകിൽ ഞാനും മക്കളും ഒരുമിച്ച് യാത്രയാവുക എന്നുള്ളത്. മക്കളെ വിട്ടിട്ട് പോകാൻ തോന്നില്ല, എൻ്റെ മക്കൾ ഉപദ്രവിക്കും. അയാൾ തിരിച്ചു വരുമ്പോഴേക്കും ഈ കുടിലിനുള്ളിൽ 5 മയ്യത്തുകൾ കിടക്കുന്ന ആ അവസ്ഥ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, അതെ, തൻ്റെ പിഞ്ചു മക്കളെ നോക്കിയപ്പോൾ അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു. അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഞാൻ അവരെ കൊല്ലും? അല്ലാതെ വഴിയില്ലാഞ്ഞിട്ടാണ്. എന്താ ഞാൻ ചെയ്യാം? എനിക്കറിയുന്നില്ല. പക്ഷേ ആ മക്കളുടെ ദയനീയമായ മുഖം കണ്ടപ്പോൾ ഒരിക്കൽ പോലും അത് ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. എന്നെ കണ്ടാൽ ഉപദ്രവിക്കും. എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് മാത്രമാണ് അയാൾ മദ്യപിക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലും മഴയും വകവെക്കാതെ തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഞാൻ ഈ പണം, എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സമ്മതിക്കുന്നില്ല. എല്ലാം മദ്യത്തിന് വേണ്ടി പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതാ
അവൾക്കത് തോന്നി. ഇല്ല, എൻ്റെ മക്കൾ എങ്ങനെങ്കിലും ജീവിച്ചോളൂ. പഠിച്ചോനെ, എൻ്റെ മക്കളെ നീ ഏറ്റെടുക്ക് കേട്ടോ. ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇനി എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അത്രക്കും ക്രൂരത ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഒടുവിൽ അതാ ആ ഉമ്മ സ്വയം തീ കൊളുത്തി. ആളിപ്പടരുന്ന തീജ്വാലകൾക്കിടയിൽ അതാ സ്വന്തം ഉമ്മ പിടഞ്ഞു മരിക്കുന്നത് കണ്ട ആ 4 കുരുന്നുകൾ ഭയം കൊണ്ട് ഉറക്കെ നിലവിളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും മദ്യം വാങ്ങാൻ പണം തികയാതെ പിതാവ് വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ കണ്ടത് തീ പുകഞ്ഞു കിടക്കുന്ന വീടാണ്. അകത്ത് ഭാര്യാദേഹം കരിഞ്ഞുണങ്ങി കിടക്കുന്നു. ആമിന, അയാൾ അട്ടഹസിച്ച് കരഞ്ഞു. മദ്യത്തിൻ്റെ ലഹരിയിൽ അയാൾ ആ കുട്ടികളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കാൻ കൈകൾ നീട്ടി. പക്ഷേ ആ കുട്ടികൾ ഭയത്തോടെ പിറകോട്ട് മാറി. പക്ഷേ അയാൾക്ക് വീണ്ടും അയാൾ അവിടെ തപ്പിത്തിരിഞ്ഞിരുന്നത് അതേ ഭാര്യയുടെ പണം വെച്ച ആ ഒരു പാത്രമായിരുന്നു. ആ പാത്രത്തിൽ നിന്ന് പണമെടുത്ത് വീണ്ടും മദ്യം വെക്കണമെന്ന രീതിയിൽ അയാൾ അവിടേക്ക് തപ്പിത്തിരയുന്നത് ആളുകൾ കണ്ടു. അപ്പോഴേക്കും കുട്ടികളുടെ നിലവിളി കേട്ട് അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തി. ക്രൂരനായ ആ പിതാവിൻ്റെ കയ്യിലേക്ക് ആ കുരുന്നുകളെ വിട്ടുകൊടുക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. ഈ രാക്ഷസന്റെ കൂടെ വിട്ടാൽ ഈ കുട്ടികളും നാളെ കാണില്ല, നാട്ടുകാർ പറഞ്ഞു. അങ്ങനെ ആ രാത്രിയിൽ തന്നെ 4 കുരുന്നുകളെയും 4 പേരായി വ്യത്യസ്ത വ്യക്തികളും സ്ഥാപനങ്ങളും ഏറ്റെടുത്തു. ചിലരെ ഓർഫനേജുകളിലേക്കും ചിലരെ യത്തീംഖാനകളിലേക്കും മാറ്റി. ഒരു തണലിൽ വളരേണ്ട 4 കൂടപ്പിറപ്പുകളെയും വിധി അങ്ങനെ 4 വഴികളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതിനുശേഷവും ആ പിതാവ് തൻ്റെ കള്ളുകുടി നിർത്തിയില്ല. ഉമ്മ നഷ്ടപ്പെട്ട വേദനയിൽ അനാഥത്വത്തിൻ്റെ കയ്പുനീർ കുടിച്ച് ആ മക്കൾ വളരുമ്പോഴും അയാൾ തെരുവുകളിൽ മദ്യപിച്ച് ലക്ക് കെട്ടി കിടക്കുകയായിരുന്നു. 4 മക്കളും വിഭിന്ന സാഹചര്യങ്ങളിൽ വളർന്ന് വലിയവരാവുകയാണ്. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചു. കാരണം നിൻ്റെ അമ്മ എങ്ങനെയല്ലേ മരിച്ചത്, നിൻ്റെ അച്ഛൻ എങ്ങനെയല്ലേ എന്ന് പറഞ്ഞ ഓരോ കുത്തുവാക്കുകൾ അത് എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചു. സ്വന്തം മാതാപിതാക്കളാൽ വലിച്ചെറിയപ്പെട്ട അനാഥരായ മക്കൾ. വർഷങ്ങൾ കടന്നുപോയി. 5 വയസ്സായിരുന്ന ജാസ്മിൻ ഇപ്പോൾ മുതിർന്നൊരു സ്ത്രീയായി മാറിയിരിക്കുന്നു. സ്വന്തമായൊരു ജീവിതം കെട്ടിപ്പടുത്തെങ്കിലും അവളുടെ മനസ്സിൽ ആ പഴയ രാത്രിയും വേർപിരിഞ്ഞു പോയ അനിയന്മാരുടെയും അനിയത്തിയുടെയും മുഖങ്ങളായിരുന്നു. എൻ്റെ ചോരകളെ എനിക്ക് കാണണം. ജാസ്മിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഒരു തിരച്ചിലായി മാറി. യത്തീംഖാനയിലെ ഓരോ നിമിഷങ്ങൾ തള്ളി നീക്കുമ്പോഴും കൂടെ അന്തിറങ്ങിയ കൂടപ്പിറപ്പുകളെയായിരുന്നു അവൾ ഓർത്തത്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെയും പഴയ അനാഥരേഖകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ അവർ ഓരോ തൊമ്പും പിടിച്ച് അന്വേഷണം ആരംഭിച്ചു. 26 വർഷത്തെ ദീർഘമായ തിരച്ചിൽ. പലപ്പോഴും നിരാശയായിരുന്നു ഫലം. എങ്കിലും അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ 1/4 നൂറ്റാണ്ടിന് ശേഷം ആ അത്ഭുതം സംഭവിച്ചു. വേർപിരിഞ്ഞു പോയ മറ്റ് 2 സഹോദരങ്ങളെയും കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷം അവർ അതാ ഒരേ കുടക്കീഴിൽ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. 5 വയസ്സിൽ വേർപിരിഞ്ഞ പഴയ കുരുന്നുകളല്ല ഇന്നവർ. പക്ഷേ പരസ്പരം കണ്ടുമുട്ടിയ നിമിഷത്തിൽ വാക്കുകൾക്കതീതമായ ഒരു മൗനം അവിടെ പടർന്നു. വർഷങ്ങളോളം ഉള്ളിലടക്കി വെച്ച സങ്കടങ്ങൾ വലിയൊരു കരച്ചിലായി പുറത്തു വന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അനാഥത്വത്തിൻ്റെ തണുപ്പും പട്ടിണിയുടെ വേദനയും ഉമ്മയുടെ ദാരുണമായ വിയോഗവും നൽകിയ മുറിവുകൾ ആ കണ്ണീരിൽ ഒഴുകിപ്പോയി. ഉമ്മ നമ്മളെ വിട്ടുപോയെങ്കിലും നമ്മൾ തോറ്റുകൊടുത്തില്ലല്ലോ, ജാസ്മിൻ അനിയന്മാരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. 26 വർഷത്തെ കാത്തിരിപ്പിനും കണ്ണീരിനും ഒടുവിൽ അങ്ങനെ ശാശ്വതമായ വിരാമമായി. വിധിയുടെ ക്രൂരമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച് അനാഥത്വത്തിൻ്റെ ഇരുളിനെ തുളച്ച് ആ കൂടപ്പിറപ്പുകൾ സ്നേഹത്തിൻ്റെ പുതിയൊരു പുലരിയിലേക്ക് ഒന്നിച്ച് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കൽ പോലും ഒരു കെട്ടുകഥയല്ല, അത് സംഭവിച്ച അനുഭവ കഥയാണ്. 4 കുരുന്നുകൾ വളരെയധികം വിഷമത്തോടെ പ്രയാസത്തോടെ ജീവിച്ചു. 26 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, അത് എത്രമാത്രമായിരിക്കും. അങ്ങനെ ഇതാ ഇപ്പോൾ 4 പേരും സുഖസുന്ദരമായി ഒരുമിച്ച് കണ്ടെത്തിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ്. മരിക്കുവോളം അവർക്കൊരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.